ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 9. അപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അല്ലേ? ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം, നിങ്ങൾ 9ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇയർ നിങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 10ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ SSLC ആണ് അല്ലേ? SSLC എക്സാമിന് അഭിമുഖീകരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ബയോളജിയിലുള്ള കുറച്ച് മാറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ബയോളജിയും 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്തുള്ള ബയോളജീൻ്റെ മേജർ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ നോക്കാം. നമ്മുടെ SCERT ബയോളജിയിൽ ക്ലാസ് 9ഉം ക്ലാസ് 10ഉം തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ റെലവൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ 10ലും 9ലും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുടെ റെലവൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പം, അതൊക്കെയാണ് എന്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ പലരും എന്ത് ചെയ്യും, പലരും സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഈ ചാനലിൽ ഭൂരിഭാഗം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മേ ബി നിങ്ങൾ സയൻസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പം പലരും ബയോ സയൻസ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ബയോളജിയും കൂടി പഠിക്കേണ്ടി വരും. അപ്പം ബയോളജിയുടെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം, ഒരു ബിഗ് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്യാം പോയി നോക്കാം. സോ ഫസ്റ്റ് വൺ, നമ്മൾ കോർ ടോപ്പിക്സ് നമ്മൾ ക്ലാസ് 9ൽ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി സിസ്റ്റങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ബേസിക് ലൈഫ് പ്രോസസ്, ഡൈജഷൻ പഠിച്ചിട്ടുണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 9th പഠിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബിഹൈൻഡ് ദ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, നമുക്ക് എത്ര നമ്മൾ ബോൺസ് ഉണ്ട്, ബോൺസിൻ്റെ ഓരോന്നിൻ്റെയും നമ്പേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സിയൽ സ്കെലറ്റൻ എങ്ങനെയാണ്, അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എങ്ങനെയാണ്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മേജർലി ക്ലാസ് 9ലാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ക്ലാസ് 9ൽ നമ്മളൊരു ഓവറോൾ പിക്ചർ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ക്ലാസ് 10ലേക്ക് അല്ലെങ്കിൽ നമ്മൾ SSLCയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്താ അവിടുത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഫസ്റ്റ് വൺ ആണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ജെനറ്റിക്സ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത് എന്ന് പറയുന്നത് ബേസ് ആണ്. നമ്മൾ ക്ലാസ് 11 അല്ലെങ്കിൽ നമ്മൾ +1 പഠിക്കാൻ പോകുന്നതിൻ്റെ ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 എന്ത് ചെയ്യും, +1 ഇപ്പം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 കുറച്ചുകൂടി എന്ത് ചെയ്യും, അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ നിങ്ങൾ +2 അല്ലെങ്കിൽ നിങ്ങൾ +2 പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് എന്താ നമ്മൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ SSLCയിൽ പഠിക്കുന്നത്. സോ എല്ലാത്തിനും എന്തുണ്ട്, നമ്മൾ പഠിക്കുന്ന എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റെലവൻസ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ജെനറ്റിക്സ്, എവല്യൂഷൻ, അതുപോലെ തന്നെ സെൻസറി പെർസെപ്ഷൻ, അതുപോലെ നമ്മൾ നെർവസ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സെൻസേഷനും അങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ അപ്ലൈഡ് ബയോളജി, അതായത് ബയോടെക്നോളജി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ബയോടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താ നമ്മൾ പഠിക്കുന്നത്. സോ അതിൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, പാത്ത് ഓഫ് എവല്യൂഷൻ, എങ്ങനെയാണ് എവല്യൂഷൻ നടന്നിട്ടുള്ളത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെൻസറി ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ന്യൂറോൺസുമായിട്ട് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ നമ്മൾ ബയോളജി എങ്ങനെയാണ് നമ്മൾ മോഡേൺ ടെക്നോളജി, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസുകൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ. നമ്മൾ കൊറോണ പോലെയുള്ള COVID-19 പോലെയുള്ള വൈറസുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെ നമ്മൾ പല വിധത്തിലുള്ള എന്തുണ്ട് വാക്സിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ബയോളജിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെയൊക്കെ ബേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് SSLCയിലാണ് പഠിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക +2 നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ പഠിക്കല്ല, നിങ്ങളുടെ ആ ഒരു കരിയർ പാത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ക്ലാസ്സിലും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഹൗ ദ ചാപ്റ്റേഴ്സ് കണക്ട്, എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻസ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, എന്നാലും കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക്
നമ്മൾ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ സെൻസറി ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് 9 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഡൈജഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, മൂവ്മെന്റ്സ്, ഇതൊക്കെ നമ്മുടെ ബോഡിയും സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ ക്ലാസ് 10 അല്ലെങ്കിൽ നമ്മൾ SSLC വരുന്ന സമയത്ത് ബിഹൈൻഡ് സെൻസേഷൻ, കീമോ റിസെപ്ഷൻ ഇൻ ഓർഗാനിസം, ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ബോഡി അതുപോലെ തന്നെ സെൻസറി ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഇത് എന്താണോ ഈ ഒരു പ്രോസസ്സുകൾ നടക്കുന്ന ബോഡിയിൽ നടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻസറി ഫങ്ഷൻസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് നമ്മൾ 10 പഠിക്കുന്നത്. ഇനി ലൈഫ് ആൻഡ് ഹിസ്റ്ററി, നമ്മളെ ലൈഫ് ഹിസ്റ്ററി, നമ്മൾ ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇതൊക്കെ നമ്മൾ ലൈഫും അതുപോലെ തന്നെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ് 9 പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ ജീനുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ജെനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ജെനറ്റിക്സ് ഓഫ് ലൈഫ്, പാത്ത് ഓഫ് എവല്യൂഷൻ, ഇതൊക്കെ എന്താണ് ബയോളജിയിലുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു പാത്ത് ഓഫ് എവല്യൂഷൻ്റെ ഒരു സ്മോളർ വേർഷൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 8th ന്യൂലി ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസിന് എന്തുണ്ടാവും, അവർ പഠിച്ചിട്ടുണ്ടാവും ജസ്റ്റ് അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വേർഷൻ. നിങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറിയ ചെറിയ വേർഷൻസ് അല്ലെങ്കിൽ പാത്ത് ഓഫ് എവല്യൂഷൻ്റെ ഒക്കെ ചെറിയ ചെറിയ വേർഷൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇനി ഹെൽത്തും അതുപോലെ തന്നെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾ ക്ലാസ് 9 പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ക്ലാസ് 10 അല്ലെങ്കിൽ നിങ്ങൾ SSLC എത്തുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ബയോ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും പഠിക്കും. ഇനി നമുക്ക് നോക്കാം, ക്ലാസ് 9 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. ആക്ച്വലി എന്താണ്, ഒരു ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ചെറിയ ലെവലാണ്, അതായത് നിങ്ങൾ ക്ലാസ് 11 പഠിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ക്ലാസ് 9 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മളെ ബോഡി, നമ്മൾ ലൈഫ്, അതുപോലെ തന്നെ നമ്മൾ ലൈഫ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ലിവിങ് തിങ്സ് എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു റീപ്രൊഡക്റ്റീവ്, ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ഡൈജഷൻ ടു ലൈഫ് പ്രോസസ്സ്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ നെയിമിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഈ കണ്ടൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, നമ്മൾ ക്ലാസ് 9 പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. ഇനി നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് 10th പോകുന്ന സമയത്ത് 10th ഒരു ഷിഫ്റ്റ് ആണ് അല്ലേ, അത് എൻറ്റയർലി ഒരു ഷിഫ്റ്റ് ആണ് ജെനറ്റിക്സും അതുപോലെ തന്നെ എവല്യൂഷണറി പാസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ നമ്മൾ സെൻസറി ഫംഗ്ഷൻസിലേക്കും അതുപോലെ തന്നെ മോഡേൺ മെഡിസിൻ സയൻസിലേക്കും. അപ്പം അതിൻ്റെ ചാപ്റ്റേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ചാപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് നമ്മൾ വർക്കിംഗ്, അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ച് ആദ്യം പഠിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ നമുക്ക് സയൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ SSLCയിൽ കോർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ആയിട്ട് പഠിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസസ് ആൻഡ് കീമോ റിസെപ്ഷൻ ആണ്. അതായത് നമ്മൾ സെൻസറി ഫങ്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ തൊടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്ന എന്താണ് നമ്മളെ ന്യൂറോൺസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. സോ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഫോം ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, അതായത് നമ്മൾ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, കാരണം ഒരുപാട് രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ആ ഒരു സമയത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മോഡേൺ വേൾഡിൽ ഒരുപാട് ഡിസീസുകൾ വരുന്നുണ്ട്. സോ ആ ഡിസീസിനെതിരെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ബയോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് പഠിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ചാപ്റ്ററിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഇനി നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ കോഡ്സ്, അതായത് നമ്മളെ ബോഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഡുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നത്. പാർട്സ് ഓഫ് എവല്യൂഷൻ, എങ്ങനെയാണ് മനുഷ്യൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജീവികളും ഇല്ലാതിരുന്ന ഒരു കാലത്തിൽ നിന്ന് എങ്ങനെയാണ് പുതിയ പുതിയ ജീവികൾ ഉണ്ടായിട്ടുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോന്നിൽ നിന്നുള്ള ആ ഒരു എവല്യൂഷൻ പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പാത്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, ഹെൽത്ത് കെയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ചെയ്യണം അല്ലേ. ഇനി നമുക്ക് നമ്മളെ സിലബസ് എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 10th സിലബസ് എങ്ങനെയാണ്, ബയോളജിയിലെ സിലബസ് ആക്ച്വലി എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ
മെമ്മറി അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് വെക്കല്ല ചെയ്യുന്നത്. നമ്മൾ ചെറിയ കുട്ടികളല്ല. ഇനി നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കല്ല. നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഹൗ ആൻഡ് വൈ, എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നതെന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു സയൻറ്റിഫിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയാം അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അറിയാം. അപ്പം നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എക്സാമിന് നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഹൗ ആൻഡ് വൈ, എന്താണ് ആ ഒരു പ്രോസസ്സ്, എന്തുകൊണ്ടാണ് ആ പ്രോസസ്സ്, അല്ലെങ്കിൽ എന്തിനാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, അത് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ നിങ്ങളുണ്ടാവും. അതായത് നമുക്ക് എവല്യൂഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വരയ്ക്കാനുണ്ടാവും. അപ്പം വരയ്ക്കാനുള്ള, അതുപോലെ തന്നെ അതിൻ്റെ ലേബൽ ചെയ്യാനുള്ള, ഡയഗ്രത്തിന് ലേബൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജിയിലൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയഗ്രാംസ് ആവശ്യമുള്ള ഒരു ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഡയഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വരച്ച് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ഉണ്ടാക്കാൻ പറ്റും. ഇനി കണക്ട് ദ ടോപ്പിക്സ്, എന്താണ് ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യാവുന്ന കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സപ്പോസ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ കുറച്ചൊക്കെ നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചാപ്റ്ററിലെ പല കാര്യങ്ങളും എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും, നമുക്ക് ആ കണക്ഷൻ കിട്ടും. അപ്പോൾ കണക്ഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഓരോന്നും കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസേഴ്സ് എഴുതുന്ന സമയത്തും, അതേപോലെ തന്നെ നമുക്ക് ഒരാൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം 9th നിങ്ങൾ പഠിച്ചത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 10th വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ 9th പഠിച്ച ഫൗണ്ടേഷൻ ടു ക്ലാസ് 11 ആണ്. നിങ്ങൾ 10th ഇനി പഠിക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ ടു ക്ലാസ് 12 ആണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾ ബയോളജി എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പാറ്റേൺ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്കോർ നേടാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാംസ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിനി 10th ക്ലാസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ 10th ക്ലാസ്സിൻ്റെ എക്സ് വൈ ക്ലാസ് 10 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് 9 സ്റ്റുഡൻസ് ആണെങ്കിലും ക്ലാസ് 10 സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.